വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്തൊരു വിഡിത്താണ് നീ കാണിച്ച ടീന. സൂക്ഷിക്കണം നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ നീ ചെയ്തു വെച്ച്? ഇതിന്റെ പിന്നിൽ ഇനി എന്തെല്ലാം പ്രത്യാഖ്യാതമുണ്ടാകും നീ ഓർക്കുന്നുണ്ടോ? അബിയുടെ മനസ്സിലുണ്ടായിരുന്ന അതേ നീരസം അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു. ഒരൽപ്പ ആശ്വാസത്തിന് വേണ്ടി അവനെ വിളിച്ച ടീനയ്ക്ക് മാനസിക സംഘർഷം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തു. എന്റെ അബി, നീ കൂടി ഇങ്ങനെ പറയില്ലേ? ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ കരുതി കൂട്ടി പറഞ്ഞല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾക്കൊപ്പം ഉണ്ടായി 2 ദിവസം ഞാൻ പറയാതെ പിടിച്ചിരുന്നില്ലേ? ഇത് അവളുമായിട്ട് സംസാരിച്ചതിന്റെ ഇടയിൽ അറിയാതെ സംഭവിച്ചു പോയതാ. യാത്ര ചെയ്യുന്നതിനിടയിലാണ് അവൾ സംസാരിക്കുന്നത്. കാറ്റിന്റെ മുരൾച്ചയ്ക്കൊപ്പം നിരവധി സംസാരങ്ങളുടെ അലോസരപ്പെടുത്തലുണ്ടായിരുന്നു ടീനയുടെ ഓരോ വാക്കുകൾക്കും. എനിക്ക് മനസ്സിലാവായിട്ടല്ല ടീന, പറയാൻ നമുക്കൊക്കെ ഓരോ ന്യായങ്ങളുണ്ടാവും. പക്ഷെ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയേ നീ. അപ്പൊ നമ്മുടെ ന്യായങ്ങൾക്കൊന്നൊരു വിലയില്ലാതായി പോകും. കാരണം അവൾക്ക് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അവര് നമ്മളെ വിശ്വസിച്ചിരുന്നു. അത് നമ്മൾ അവളോട് തിരിച്ചു കാണിച്ചില്ല. അതും അവളെ സംബന്ധിക്കുന്ന ഒരു കാര്യം മറച്ചു വെച്ചു എന്നത് അത്ര നിസ്സാരമാണോ? ഇത്രയും ദിവസം അത് ഭംഗിയായിട്ട് അവളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ ഒരു പൊട്ടിയാക്കിയെന്നും അവൾക്ക് മനസ്സിലായ നിമിഷം അവൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ. അബിയുടെ വാക്കുകൾ കേട്ടതും ടീനയുടെ മനസ്സിലുള്ള കുറ്റബോധവും സംഘർഷങ്ങളും വളരെയധികം വലുതാവുകയാണ് ചെയ്യുന്നത്. അതെ, നീ ഇനി അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് വെറുതെ എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കില്ല അബി. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ പ്രഷർ കയറി ചത്തുപോയെന്ന പരുവത്തിലാ. ഇനി എന്ത് ചെയ്യും? നീ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാ. എനിക്ക് ആലോചിച്ചിട്ടൊരു ഐഡിയയും കിട്ടാത്തോണ്ടാ ഞാൻ നിന്നെ വിളിച്ച്. ടീന തന്റെ അവസ്ഥ തുറന്നു പറയുമ്പോൾ അബി ഒരു നിമിഷം നിശബ്ദനായി. അബി, നീ പോയോ? ഇല്ലടി, ഞാൻ ആലോചിക്കായിരുന്നു ഇനി എന്തു വേണമെന്ന്. എനിക്കും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ വിളിച്ചാലും അവൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുകയെന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടാവുന്ന. അബിയാന്റെ നിസ്സഹായത അറിയിക്കുമ്പോൾ ടീന കൂടുതൽ തളരുകയാണ്. കല്യാണവും കോപ്പം ഒന്നിച്ചുകൊള്ളൊന്നും വേണ്ടെന്ന് വെച്ച് ആ നിമിഷത്തിന് എനിക്ക് അവൾക്കൊപ്പം തിരികെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ അത് തോന്നിയതുമില്ല. എനിക്ക് ഉറപ്പുണ്ട് ഈ അവസ്ഥയിൽ അവൾ ഒരിക്കലും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല. അവൾ തിരികെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്തേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. ടീന പറഞ്ഞു. അബിയൊന്ന് മൂള മാത്രം ചെയ്തു. ഒരു കാര്യം ചെയ്യും, അവൾക്ക് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യട്ടെ എന്നാ കരുത്. നീ ഇനിയിപ്പോൾ വെറുതെ അത് വിളിച്ചു വെച്ചിട്ട് അവിടെ പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട. തൽക്കാലം അവിടെ 2 ദിവസത്തേക്ക് അവൾ ഒറ്റയ്ക്ക് നിൽക്കട്ടെ. മിത്രയെ നമുക്കറിയാലോ, അത് തന്നെ വിശ്വസിക്കാം. തൽക്കാലം 2 ദിവസം നമുക്ക് അവളായിട്ട് വിടാം. അവളുടെ മനസ്സിലുള്ള ആ ദേഷ്യം ഒന്ന് കുറയട്ടെ. എന്നിട്ട് അങ്ങനെ ചെയ്യാനുള്ള കാര്യകാരണ സഹിതം അവളോട് പറയാം. അപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ ന്യായമൊന്നുമില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഒരു സമാധാനത്തിന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മിത്രയെ നമുക്ക് അറിയാവുന്നല്ലേ ടീന? അഭിപതിയെ പറഞ്ഞു. എടാ, അവളുടെ ലൈഫ് നശിക്കരുതെന്ന് കരുതിയിട്ടില്ലേ ഞാൻ. എബിക്ക് അവളോടുള്ള ഇഷ്ടം എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യം അവളോട് വീണ്ടും ആവശ്യപ്പെടുന്നത്. ഞാൻ അവളോട് വീണ്ടും ഈ കാര്യം ആവശ്യപ്പെടുന്നത്. എന്താ അവള് മനസ്സിലാക്കാത്തത്? താൻ അവളോട് പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുണ്ടായിരുന്നു ടീനയുടെ സ്വരത്തില്. സോ വാട്ട്? നീ എന്ത് വിട്ടിത്താ ടീനെ പറയുന്നത്? നീ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. നിന്റെ ലൈഫ്, നിന്റെ ചോയ്സ്. അവിടേക്ക് ഇന്നയാളെ നീ സ്വീകരിക്കണമെന്നും അവന് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഉപയോഗം ഇത്രയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ, അതും അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരാണെങ്കിൽ ഒരാൾ നിന്നോട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നീ അത് സ്വീകരിക്കോ? അവൻ നിന്റെ നിലപാട് തുറന്നു പറയോ? എന്താണ്ടാവുക? അബിയുടെ ചോദ്യം അത് ടീനയുടെ ഉള്ളു പിടിച്ച് കുലുക്കിക്കളഞ്ഞു. അതിനെ പ്രതിരോധിക്കാനുള്ള അവളുടെ ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തു. അത്രയും അവളുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളൂ. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തിന്റെ പേരില്ല നമ്മൾ അവളോട് നിർബന്ധിച്ച് പറയുന്നത്? മിനിമം അത് അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ലെന്ന് പോട്ടെ, എബിനോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ടുള്ള അസ്വസ്ഥപ്പെടുത്താൻ കൂടി ശ്രമിക്കുന്നു. സത്യത്തിൽ നമ്മൾ എത്ര ക്രൂരമാരാ ടീന. അവള് നമ്മളൊട്ടും മനസ്സിലാക്കുന്നില്ല. എബിനെ പോലെ തന്നെ അവള് നമ്മുടെ ഫ്രണ്ട് തന്നെയല്ലേ? അബിയുടെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ കുറ്റബോധം ഉണ്ടായിരുന്നു. നീ എന്താ അബി ഇങ്ങനെയൊക്കെ പറയുന്നേ? ടീനയുടെ സ്വരത്തിൽ ആദിയാണ്. അതല്ലടി സത്യം. നമ്മൾ എത്ര കണ്ണടച്ചിരിട്ടാകാൻ ശ്രമിച്ചാലും അത് തന്നെ അവളോട് ചെയ്യുന്നത്. നമ്മളോട് ഇങ്ങനെ ഒരാള്, അതും നമ്മളേറെ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യുമ്പോഴേ അതിന്റെ ഫീല് മനസ്സിലാവൂ. അബി അവന്റെ നയം വ്യക്തമാക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യും അബി? ടീനക്കും വെപ്രാളമായി. തൽക്കാലം നീ ഇനിയിപ്പോ ഒന്നും ചെയ്യല്ലേ. ആളിപ്പോ വല്ലാത്തൊരവസ്ഥയില്ല. വിളിച്ച് സോറി പറഞ്ഞാൽ അതിന്റെ ആഴമല്ലാതെ കൂടും. അതുകൊണ്ട് ഇപ്പോഴവളൊന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. ആ മനസ്സൊന്ന് നേരെ ആവട്ടെ. അതാണിപ്പോൾ അവൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം. അബിയുടെ ആ ആവശ്യം അത് അംഗീകരിച്ചു കൊടുക്കാൻ അപ്പോഴും ടീനക്ക് തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മിത്രയെ നിർബന്ധിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്. അതിപ്പോ ഇങ്ങനെയുമായി. എബി, വിളിച്ചിരുന്ന നിന്നെ? ടീന പെട്ടെന്ന് ചോദിച്ചു. ഇന്ന് വിളിച്ചില്ല. വിഷയം കണ്ടിട്ട് പോയത് മുതൽ അവന് വല്ലാത്തൊരു മാറ്റമുണ്ട് അബി. അത് തനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ടീന അത് പറയുമ്പോൾ അബി ഒന്ന് വെറുതെ മൂളുക മാത്രം ചെയ്തു. അവനെ കാണാൻ നിങ്ങൾ വിളിച്ചു വരുത്തണ്ടായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നു. ഇതിപ്പോ ഉണ്ടായിരുന്ന സമാധാനം കൂടി പോവുകയാണ്. ആ കൂടിക്കാഴ്ച കൊണ്ടുണ്ടായ നേട്ടം. ടീനക്ക് ആരോടൊക്കെയോ ദേഷ്യം തോന്നി. എല്ലാത്തിനും പ്രധാന കാരണം അവന്റെ ആറിത്തണുത്ത ഭാവം തന്നെയാ.
ഇഷ്ടമുള്ള നേരെ ചോയി പിടിച്ചു വാങ്ങാൻ കൂടി അറിയാത്ത അവന് മുന്നിൽ നമ്മളിങ്ങനെ വായിട്ടടച്ച് മിത്രയുടെ ശത്രുവാക്കുന്ന എന്തിനാണെന്ന് എനിക്ക്. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇനിയെങ്കിലും എബിയുടെ പേരിൽ മിത്രയെ ടോർച്ചർ ചെയ്യുന്ന തൽക്കാലം നീ നിർത്തിക്കോ. അവരൊരുമിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിഷയം ഇടയിൽ കയറി വന്നാലും അതൊന്നും ഒരു തടസ്സമല്ല. ഇനി അതല്ല, ആര് വേർപിരിക്കാനാണ് കർത്താവിന്റെ തീരുമാനമെങ്കിൽ നീയും ഞാനൊക്കെ എത്ര വായിട്ടരച്ചിട്ടും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടിട്ട് മോള് പോയി കല്യാണം കൂട്. നിന്റെ കൂട്ടുകാരോടെ കാത്തിരിപ്പല്ലേ, പോയി എൻജോയ് ചെയ്യേ. മിത്രയെ ഓർത്ത് വെറുതെ ആ നല്ല നിമിഷങ്ങളുടെ ഭംഗി കളയണ്ട കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്തു. ടീന ഫോൺ ബാഗിലേക്ക് തിരികെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എല്ലാം വിട്ടുകളയാൻ അബി പറഞ്ഞെങ്കിലും ആൾക്കതിന് കഴിഞ്ഞില്ല. മനസ്സിൽ മിത്രയും വിഷയം മാത്രം നിറഞ്ഞു നിൽക്കവേ പോരണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആൾക്ക് അപ്പോഴും മനസ്സിൽ തോന്നുന്നത്. എന്നാലും എല്ലാത്തിനും കൂടെ നിന്നിട്ട് അബി ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നായിരുന്നു ടീന പിന്നെയുള്ള യാത്രയിൽ മുഴുവൻ ഓർത്തതും. എബിയുടെ നനത്ത ചിരിയും മിത്രയെ നോക്കുമ്പോൾ അവന്റെ കണ്ണിലുള്ള സ്നേഹത്തിന്റെ തിളക്കവും അതപ്പോഴും അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. കീ കൊടുക്ക്, നിന്റെ സ്കൂട്ടി മുരുകൻ കൊണ്ടുവരും, നമുക്ക് എന്റെ കാറിൽ പോവാം. മുരുകൻ അങ്ങോട്ട് വന്നോ വിശ്വം ഇത്രയും നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ എന്റെ വണ്ടി വന്നോളാം, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അവനെ നോക്കാതെ ഗൗരവത്തോടെയുള്ള ആ പറച്ചിൽ കേട്ടതും ആൾക്കുള്ളിൽ മറച്ചു പിടിച്ച സംഗതി അല്പം സീരിയസ് തന്നെയാണെന്ന് വിശ്വക്ക് മനസ്സിലായി. എന്നിട്ടും അവനത് പുറമേ കാണിച്ചില്ല. പരമാവധി ആ പ്രശ്നം ലാഘവത്തോടെ കാണാനാണ് അവൻ ശ്രമിച്ചതും. അതെന്താ, നിനക്ക് ഇനിയും വണ്ടി കൊണ്ടിടിച്ച് ആരെങ്കിലും റോഡിൽ ഉരുട്ടിയിടാനുണ്ടോ? വിശ്വ കളിയോടെ ചോദിക്കുമ്പോൾ മിത്ര അവനെ തുറിച്ചു നോക്കി. ഇങ്ങനെ കൃഷ്ണമണി പുറത്തിയാണെങ്കിൽ തന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല മാഡം. ആ ചെറുക്കന്മാര് പറഞ്ഞ് അവരുടെ ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടെന്നാ. അങ്ങനെ അവർക്ക് കിട്ടിയ മഹാഭാഗ്യം ഇനി ഇടിച്ചിടുന്നവർക്കില്ലെങ്കിൽ അതോടുകൂടി പണിവാളും. ആൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും വിശ്വ കൂസിലൊന്നുമില്ല. അവൻ ചിരിയോടെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഇന്നും ഇന്നലെ നിന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിയല്ലേ മിസ്റ്റർ വിശ്വ, എനിക്ക് വിദേശത്ത് പോലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പോഴാ മിത്ര കാര്യമായിട്ട് തന്നെ അവനൊന്ന് പുച്ഛിച്ചു. ആ പയ്യൻസ് കേസിന് പോയിരുന്നെങ്കിൽ കാണായിരുന്നു മോളുടെ ലൈസൻസ് പുരാണോ. ഇന്നത്തോടുകൂടി അതിനൊരു തീരുമാനമായനെ. വിശ്വളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ ആ ഭാവം കൂടുതൽ ഇഷ്ടമാവുന്നുണ്ട്. മുരുകൻ ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. ഓ പിന്നെ അവരാ പറഞ്ഞത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അവർ കുറച്ച് കൂട്ടി പറഞ്ഞ. അവരും അത്യാവശ്യം സ്പീഡ് തന്നെയായിരുന്നു. മിത്ര ചെറുതായി തന്റെ ഭാഗമൊന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. വിശക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ഓ സമ്മതിച്ചു, അവ ചെറുക്കന്മാരുടെ തെറ്റ് തന്നെയാണ്, അല്ലാതെ മേടൊന്നും ചെയ്തല്ല പോരെ. വിശു അവളെ ഒന്ന് തൊഴുത് കാണിച്ചു. അങ്ങനെ ഇയാൾ കഷ്ടപ്പെട്ടുകൊണ്ട് അത് സമ്മതിച്ചില്ലെന്ന് എനിക്കുമില്ല. ചെറിയ തെറ്റ് എന്റെ കയ്യിലുണ്ട്. ഒരു നിമിഷം എന്റെ ശ്രദ്ധയൊന്ന് പാളി, അതുകൊണ്ട് സംഭവിച്ചാ. അല്ലാതെ ഡ്രൈവിംഗ് അറിയാനായിട്ട് മനഃപൂർവ്വം ചെയ്തല്ല. അതല്ല, ഞാനങ്ങനെ അശ്രദ്ധയായിട്ട് വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല. മിത്ര ചൊടിയോടെ പറഞ്ഞു. പക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയൊരു അപകടം വിളിച്ചു വരുത്താൻ. അത് മറക്കണ്ട. ഇന്ന് അവന്മാർക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലേ ഈ വക ന്യായങ്ങളൊന്നും തന്നെ എനിക്ക് പറയാൻ കഴിയില്ല. അവരുടെ മാത്രം ഭാഗ്യമില്ല, നിന്റെയും കൂടിയാ. അതുകൊണ്ട് ഡ്രൈവർ ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആ കാറിലോട്ട് കയറിക്ക്. ഈ അവസ്ഥയിൽ തന്നെ ഏതായാലും ഞാൻ സ്കൂട്ടിൽ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. താൻ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് വിടില്ല. വിശ്വ മിത്രയെ നോക്കി. എന്റെ വണ്ടിയിൽ എന്റെ വീട്ടിലേക്ക് പോകാൻ തന്റെ പെർമിഷൻ ആവശ്യമില്ലെങ്കിലോ? മിത്ര വെല്ലുവിളി പോലെ അവനെ നോക്കി. അങ്ങനെയെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനെന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫലത്തിലാ നിന്നെ എന്റെ കൂടെ വിളിച്ച്. അത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടംപോലെ ചെയ്യുന്ന പറയാനേ എനിക്ക് കഴിയും. ബലമായിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലെന്ന് കൂടി നീ പറഞ്ഞാ അതെനിക്ക് സങ്കടമാണ്. നേരത്തെ ഒരു ചിരിയോട് അവനെ പറയുമ്പോൾ മിത്ര അവനെ നോക്കി. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനോട് വഴക്കൂടാൻ തന്നെയാണ് അവൾക്ക് തോന്നിയെങ്കിലും പിന്നെ ആ ഭാവത്തിന് മുമ്പിലൊന്നും പറയാനില്ലാത്ത പോലെ തന്റെ സ്കൂട്ടിയുടെ കീ അവൾ മുരുകന് നേരെ നീട്ടി. കഴിക്കേണ്ട വിധെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരികെ അവളുടെ ചീട്ടിലുള്ള മരുന്നുകളെല്ലാം മിത്രയ്ക്ക് നേരെയും നീട്ടിക്കൊണ്ട് മുരുകൻ ചിരിയോടെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ട്, ഒന്ന് വീട്ടിലേക്ക് ആയിത്താ, കിടക്കാൻ തോന്നുന്നുണ്ട്. മുരുകൻ കുറച്ച് മുന്നോട്ട് പോയിട്ടും തന്നെ നോക്കി അനങ്ങാൻ നിൽക്കുന്ന വിശ്വയോട് അതും പറഞ്ഞിട്ട് മിത്രയും നടന്നു. ചിരിയോടെ തന്നെ അവൻ അവൾക്ക് പിറകെയും. സത്യത്തിൽ എന്താ എബി നിന്റെ പ്രശ്നം? എബിനോട് ചോദിക്കുമ്പോൾ അബിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വിഷയം കണ്ടിട്ട് തിരികെ വന്ന മുതൽ അവനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് പറയും. പക്ഷെ അവനെന്തൊക്കെയോ ഉണ്ടെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും വിധമുള്ളൊരു മാറ്റമുണ്ട്. അബി എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും അവന്റെ ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട പോലെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ മിത്രയ്ക്ക് എന്നേക്കാൾ മാച്ച് വിശ്വ തന്നെയാണെന്നും ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് സൈഡിലേക്ക് മാറിക്കൊടുത്താൽ അവരൊരു പക്ഷെ ഒരുമിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞേന് അബി ഒന്ന് കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞിട്ടും അവന്റെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നുമില്ല. എനിക്കെന്ത് പ്രശ്നം? ഒന്നുമില്ലടാ. പതിപോലെ സ്ഥിരമായി ചെയ്യാറുള്ള പോലെ എബി മനഃപൂർവ്വം അബിയെ നോക്കാതെ തിരിഞ്ഞിരുന്നു. ദേബിനെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ അവനെ കാണാൻ പോയപ്പോൾ നിന്നെ കെട്ടിയെടുത്ത് കൊണ്ടുപോയില്ലായിരുന്നു. അതിനെങ്ങനെ നീ ഇല്ലാതെ ഇറങ്ങാൻ പാടില്ലെന്ന് ഒരു ഓർഡർ ഇട്ടല്ലേ? അബി ബലമായി അവന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിഞ്ഞു. അവള് നിനക്ക് വേണ്ടി ടീന മിത്രയോട് ഫൈറ്റ് ചെയ്ത് നടക്കുന്നു. നീയോ നിന്നെക്കാൾ അവൾക്ക് മാച്ച് വിശ്വാണെന്ന് പറഞ്ഞ സ്വയം ഒതുങ്ങിക്കൂടുന്നു. കഷ്ടം. ഇവളോട് ഞാൻ എത്ര വർഷം പറഞ്ഞു എന്റെ പേരിൽ അവൾ ഇറിറ്റേറ്റ് ചെയ്യില്ലേന്ന്. അവൾക്ക് ഇത്ര സങ്കടമായിട്ടുണ്ടാവും. എബി നെറ്റി ഒഴിഞ്ഞ്.
ആ നിന്റെ പ്രേമത്തിൽ നിന്റെ വിശ്വാസത നഷ്ടപ്പെട്ടു എന്ന് ആ പൊട്ടിയുണ്ട് അറിയുന്നു. അവളിപ്പോഴും നിനക്ക് വേണ്ടി വഴക്കുണ്ടാക്കാൻ നടക്കുക. എല്ലാത്തിനെയും കൂടി അടുപ്പിലിട്ട് കത്തിക്കാൻ തോന്നുന്നുണ്ട് എനിക്കും. അഭിയാമർശത്തോടെ പറയുമ്പോൾ എബി ഒന്നും മിണ്ടാ മുഖം കുനിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും കയറി കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞ ശേഷവും മിത്ര മൗനത്തിലാണ്. സാധാരണ അവളിൽ അങ്ങനെ ഒരു ഭാവം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വിശ്വക്ക് എങ്ങനെയാ മൗനത്തിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് അകത്ത് കയറി കൂടണമെന്നും അറിയില്ല. അതുകൊണ്ട് അവന് ആ മൗനം അനുകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തന്നെ ശ്വാസം മുട്ടിക്കുന്നു എന്നൊരു തോന്നലിൽ, ഇനി അവൾ തന്നെ തുറന്നു പറയട്ടെ എന്ന് കാത്തിരിക്കുന്ന വിഡ്ഢിത്തമാണെന്നുള്ള തോന്നലിൽ വീശ പോകുന്ന വഴിയോരത്ത് കണ്ടൊരു തട്ടുകടയുടെ മുമ്പിൽ വലിയൊരു മരത്തിന് മറവിലേക്കായി കാറൊതുക്കി. മിത്ര അപ്പോൾ മാത്രം തിരിഞ്ഞു നോക്കി. ആളുടെ കണ്ണുകളിൽ ചോദ്യമുണ്ട്. അവൾ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിശ്വ കരുതിയെങ്കിലും അതുണ്ടായില്ല. മൊത്തത്തിൽ അവന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ. ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ കടയിലേക്ക് ചെന്നിട്ട് അവൻ 2 ചായക്ക് ഓർഡർ കൊടുത്ത് കാത്തു നിൽക്കുമ്പോഴും അത് തന്നെയായിരുന്നു ഓർത്തത്. മിത്ര ഡെന്നിസ് മാത്യു എന്ന് പറയുന്ന ഒരാൾ നമ്പർ തന്നിട്ട് വിളിക്കുകയാണ്. ഇത് KM ഹോസ്പിറ്റലിൽ നിന്നുമാണ്. ആൾക്കൊരു അപകടം. അത്രയേ ശരിക്കും കേട്ടതുള്ളൂ. ഹൃദയം പിടഞ്ഞിരുന്നു. ദേഹം മൊത്തത്തിൽ വല്ലാതെ വിറച്ചിരുന്നു. ആൾക്കൊന്നും പറ്റരുതേ എന്ന് വല്ലാത്തൊരു നോവോടെ പ്രാർത്ഥന നടത്തിയിരുന്നു. ആൾക്കരികിലേക്ക് ഓടിയെത്താൻ ഉള്ളും ഉയരും ഒരുപോലെ തുടിച്ചിരുന്നു. അവളെ ഒന്ന് കാണാൻ വല്ലാത്തൊരു കൊതി തോന്നിയിരുന്നു. അവൻ വീണ്ടും ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തു. അപ്പോഴൊക്കെയും ഇടനെഞ്ചിൽ നിന്നൊരു ചിത്രശലഭം പറന്നുയരുന്ന പോലൊരു ഫീല്. ഇത്രയും കാലത്തിനിടെ വിശ്വ ജീവിതത്തിൽ അന്നുവരെ അനുഭവിക്കാത്തൊരു ഫീല്. പുതുമയുള്ള സുഖം ലഹരി പോലാതെ തന്നെ അങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പാൻ ചെന്നപ്പോൾ കണ്ട അവിടെ തലയിലെ മുറിവ്, ഭയന്ന് പുറമേ കാണിക്കാത്ത ആ കള്ള പരിഭവം അവനൊന്ന് നെഞ്ചുഴിഞ്ഞു വിട്ടു. തിരികെ കാറിലേക്ക് വെറുതെ നോട്ടം പാളുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. അതോടെ അതുവരെ അടക്കി പിടിച്ചിരുന്ന പരവേശം വീണ്ടും അവനിലേക്ക് വലിഞ്ഞു കയറി വന്നു. അതിനൊക്കെ പുറമെ തന്നോട് മിണ്ടുന്നുണ്ടെങ്കിൽ പോലും പ്രകടമാവുന്ന ഒരു പിണക്കം, പരിഭവം, അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തതും. തനിക്ക് എന്താണ് പറ്റിയെന്നവൻ സ്വയമേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു നോക്കിയിട്ടും ഉത്തരം കിട്ടാത്ത ചുഴി. ഒടുവിൽ കടക്കാരൻ നീട്ടിയ ചായയും വാങ്ങി അവൻ കാറിന് നേരെ നടന്നു. തന്നിലൊരു സ്വാഭാവിക ഭാവം വരുത്തി തീർക്കാൻ വിശ്വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പോഴേക്കും ചായ കുടി, ക്ഷീണം കാണും. അവിടെ ഇരിക്കുന്ന സൈഡിലേക്ക് ചെന്നിട്ട് ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ മിത്രയെ അത് നിരസിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവളത് വാങ്ങിച്ചു. കാറിലേക്ക് ചാരി നിന്നിട്ട് പുറത്തുനിന്നുകൊണ്ട് തന്നെ അവനത് കുടിച്ചു തീർത്തു. അപ്പോഴേക്കും മിത്രയും ചായ കുടിച്ചു തീർത്തു. ഗ്ലാസ് തിരികെ കൊടുത്തു വന്നിട്ട് തിരികെ കാറിലേക്ക് കയറി. അപ്പോഴും മിത്ര അവനെ നോക്കുന്നില്ല. കുറച്ചു നേരമായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് കണ്ടതും മിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ നോട്ടം അവൾക്ക് നേരെയാണ്. ഇനി പറയേ, എന്താ മിത്ര ഡെന്നിസ് മാത്യുവിന്റെ പ്രശ്നം? വിശ്വ കുഞ്ഞൊരു ചിരിയോടെ ശാന്തമായിട്ട് ചോദിച്ചു. എന്ത് പ്രശ്നം? എനിക്കൊന്നുമില്ല. ആൾ വീണ്ടും അവനിൽ നിന്നും കൊന്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. വീണ്ടും അതേ മൗനം. മിത്ര പിന്നെയും തിരിഞ്ഞു നോക്കി. എനിക്ക് വയ്യ വിശ്വ, കിടക്കാൻ തോന്നുക, വീട്ടിൽ പോവാം. താൻ നോക്കുന്ന കണ്ടിട്ടും ഭാമാറ്റമൊന്നും ഇല്ലാതിരിക്കുന്നവരെ നോക്കി മിത്ര പറഞ്ഞു. വീട്ടിലേക്ക് പോവാം, പക്ഷെ അതിനുമുമ്പ് എനിക്ക് കേൾക്കണം. എന്താ എന്റെ തിക് ഫ്രണ്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് വായിൽ നാക്കളഞ്ഞു പോയതുപോലെ മിണ്ടാതിരിക്കാൻ കാരണമെന്ന്. അത് പറഞ്ഞാൽ ഇനി ഈ വണ്ടി ഇവിടുന്ന് അനങ്ങും. വാശി പോലെ സ്റ്റിയറിംഗിലേക്കും തട്ടിക്കൊണ്ട് വിശ്വ പറയുമ്പോൾ മിത്ര അവനെ തുറിച്ചു നോക്കി. ഞാൻ എന്റെ വണ്ടി പോയിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ, അപ്പൊ വിടാൻ നന്മവനെ കളിച്ചിട്ട്? മിത്ര അവനെ നോക്കി പിറുവിറുത്തു. അതല്ലല്ലോ മേഡം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. സാറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുകയല്ല എന്റെ ജോലി. മിത്ര വീണ്ടും മുഖം തിരിച്ചു പിടിച്ചു. മിത്ര, അവന്റെ വിളി വേണ്ടെന്ന് കരുതിയിട്ടും ആൾക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. താനിങ്ങനെ മൂടിക്കിട്ടിയ പോലെ ഇരുന്നിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്നോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യും. തനിക്ക് എന്താണ് പ്രശ്നം എന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ആജ്ഞയോ അപേക്ഷയോ ഒന്നുമല്ല, പകരം നീ പറയ്, എനിക്ക് കേൾക്കണമെന്നൊരു വല്ലാത്ത ഭാവമാണ് അവന്. മിത്രയൊന്ന് ശ്വാസമെടുത്തു. തന്റെ പ്രശ്നം എന്ത് തന്നെയായാലും അതിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്നെ നോക്കുമ്പോഴുള്ള ഈ മുഖത്തിന് ഇങ്ങനെ മാറ്റം വരുന്നത്. ഇനി അതറിയാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോയാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്ലീസ് പറ. വിശ്വ ഒന്ന് കണ്ണിമ്മി കാണിച്ചു. ഞാൻ നിന്റെ തിക് ഫ്രണ്ട് ആണെന്നല്ലേ വിശ്വ എപ്പോഴും പറയാറുള്ളത്? അതിനിപ്പോ എന്താ തനിക്ക് സംശയം? അങ്ങനെ തന്നെയാണല്ലോ. അതവിടെ നിൽക്കട്ടെ, ഒരാൾ നമ്മുടെ ജസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം മറച്ചു വെക്കുന്നവരാവരുത്. അങ്ങനെയല്ലേ ഫ്രണ്ട്ഷിപ്പിന് എഴുതപ്പെടാത്ത നിയമം? തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. വിശ്വാസം സമ്മതിച്ചു കൊടുത്തു. പിന്നെ എന്തുകൊണ്ടാ അബി നിന്നെ കാണാമെന്ന് നീ എന്നോട് പറയാതിരുന്നത്? വിശ്വക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് വല്ലാത്തൊരു കടുപ്പത്തിൽ മിത്ര ചോദിക്കുമ്പോൾ അത് തന്നെയാണ് അവിടെ പ്രശ്നമെന്ന് അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ ഞെട്ടിലൊന്നും വിശ്വക്ക് അനുഭവപ്പെട്ടില്ല. തന്നോട് ആ കാര്യം പറയരുതെന്ന് വന്നവർ രണ്ടുപേരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഭാമാറ്റമൊന്നുമില്ലാതെ വിശ്വയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ മിത്ര അതായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് താൻ ചോദിക്കുമ്പോൾ അവൻ വിളറി വിളിക്കുമെന്നും തന്നോട് ഉത്തരം പറയാനില്ലാത്ത വിധം അവന്റെ മുഖം താഴ്ന്നു പോകുമെന്നും പ്രതീക്ഷിച്ചവൾക്ക് മുമ്പിൽ അതേ ഭാവത്തിൽ തന്നെ ഇരുന്നു വിശ്വ. അവരല്ല വിശ്വ, ഞാനായിരുന്നു നിന്റെ ഫ്രണ്ട്.
എന്നോടായിരുന്നു നിനക്ക് അവരെക്കാൾ കമ്മിറ്റ്മെന്റ് വേണ്ടിയിരുന്നത്. അതൊക്കെ പറയുമ്പോഴും മിത്രയുടെ മുഖം അല്പം പോലെ അയഞ്ഞിരുന്നില്ലെന്നാണ് വിശ്വ ശ്രദ്ധിച്ച്. ഇത് കമ്മിറ്റ്മെന്റിന്റെ കാര്യമൊന്നുമല്ല മിത്ര. അവര് പറയുന്നു താനിതറിയുമ്പോൾ എന്തായാലും തനിക്ക് സങ്കടം തോന്നുന്നു. ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അത് സത്യമാണെന്ന്. തനിക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനത് മറച്ചു വെച്ച്. അല്ലാതെ അവർ തന്നേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ല. വിശ്വ തന്നെ നിലപാട് വ്യക്തമാക്കി. കുറച്ച് സമയം മിത്രക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതൊന്നൊരു ന്യായമല്ല വിശ്വ. അത് പറയുമ്പോൾ അവളുടെ സ്വരം പതിഞ്ഞു പോയി. എനിക്കറിയാം. തനിക്ക് എന്നോട് പറയായിരുന്നു. മറ്റാരും പറഞ്ഞില്ലെങ്കിലും നിനക്കെന്നോട് അത് ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ച ഒരു കാര്യം അത് ഞാൻ മാത്രം അറിയുന്നില്ല. പെട്ടെന്നൊരു ദിവസം അത് അറിയേണ്ടി വന്ന എൻ്റെ മാനസികാവസ്ഥ നിനക്കത് മനസ്സിലാവും വിശ്വ. മിത്രയുടെ സ്വരമിടറി. ആൾക്കത് എത്രമാത്രം ഫീൽ ചെയ്തു പോയെന്ന് അവന് വ്യക്തമാക്കി കൊടുക്കും വിധം ആ ഇടർച്ച. മുഖത്തെ ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും സമ്മിശ്ര ഭാവങ്ങൾ അവന് വല്ലാത്തൊരു നോവ് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.